നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗം, വധശ്രമം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിലുണ്ട് എന്നാണ് വിവരം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കുരുക്ക് മുറുകുകയാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഒരു പ്രതിപക്ഷ MLA ആയതുകൊണ്ട് തന്നെ കുരുക്കുകയാണ് എന്നാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ ആരോപണം. അങ്ങനെ കണ്ട് അത് അംഗീകരിക്കേണ്ടതുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഇതൊക്കെ ഒരു പ്രഹസനല്ലേ സാർ? ഇവർ അഡ്ജസ്റ്റ്മെന്റ് മുന്നണിയല്ലേ കേരളത്തിൽ മൊത്തം? ഇവർ തമ്മാമല്ലല്ലോ ഇപ്പം പറയുന്നത്. അക്കേസ് ഇങ്ങനെ ചെയ്തിക്ക്, ഇക്കേസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ യാതൊരു പ്രതീക്ഷയില്ല. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സർക്കസ് മാത്രമേ ഉള്ളൂ INDIA മുന്നണിയുടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പരാതിക്കാരിക്ക് നീതി കിട്ടില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരിക്കലും കിട്ടില്ല സാർ. INDIA മുന്നണിയല്ലേ ഇവർ. അല്ലാത്ത സമയത്ത് വരെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉറപ്പായിട്ടുമാണല്ലോ. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന INDIA മുന്നണിയാണ്. ബംഗാളിൽ 25-ാം തീയതി നടക്കുന്ന 6ാം ഘട്ട തെരഞ്ഞെടുപ്പിലും CPIM കോൺഗ്രസിന്റെ പിന്തുണയോടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ ഇവർ INDIA മുന്നണിയാണ്. അപ്പോൾ ഇവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. അതല്ലാത്ത സമയത്ത് സോളാർ കേസിൽ പോലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയവർക്ക് യാതൊരു എളുപ്പമില്ലാതെ ഈ കേസിൽ അഡ്ജസ്റ്റ്മെന്റ് കിട്ടും. പരാതിക്കാരിക്ക് യാതൊരു നീതി ഗവൺമെന്റ് പ്രതീക്ഷിക്കണ്ട. വ്യക്തമാണ്. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഈ കേസിനെ എങ്ങനെ കാണുന്നു? ആദ്യം തന്നെ നമസ്കാരം സാറേ. നമസ്കാരം. ആദ്യം സാറ് പറഞ്ഞു, അങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരു MLAക്കാണ് ആ പറഞ്ഞ കാര്യങ്ങളുള്ളത്. MLA എന്ന് പറഞ്ഞാൽ എല്ലാവരും സംശുദ്ധരാണ്, നല്ലവരാണെന്നുള്ള ഒരു MLA എന്നുള്ള നിലക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അയാളുടെ പക്കലുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ഏറ്റവും മോശപ്പെട്ട ഒരാളാണ്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ശരി, അത് പാടില്ല. കാരണം അവർ മറ്റുള്ളവർക്ക് ഒരു പാഠമാകണം. ഒരു നാട്ടിലെ MLA, ഒരു പഞ്ചായത്ത് മെമ്പർ പോലൊക്കെ. അപ്പൊ അത് അയാളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളെ അതിന്റെ കുരുക്ക് മുറുകി തന്നെ ചെയ്യും. അവര് മുറുക്കും ചെയ്യും. അതിന് പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെയും കണക്കില്ല. അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ആവശ്യം സാറ്. വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരിയുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? പരാതിക്കാരി ഉന്നയിച്ച ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും കൃത്യമായും നമ്മുടെ പോലീസ് സംവിധാനം വിനിയോഗിച്ച്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പരാതിയാണെങ്കിൽ കൃത്യമായ നടപടി ഈ ഗവൺമെന്റ് എടുക്കും. അതിൽ രാഷ്ട്രീയവും ഒന്നും നോക്കുകയില്ല. അങ്ങനെയാണ് നമ്മുടെ സമീപകാലത്ത് ഏത് കേസുകളിൽ നിന്ന് ആരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? ജനപ്രതിയായാലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ആർക്കെതിരെ ആയാലും കൃത്യമായിട്ടുള്ള നടപടി ഈ സർക്കാർ എടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയകുമാർ, പലതവണ പീഡനത്തിന് ഇരയാക്കി എന്നൊക്കെയാണ് പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. രഹസ്യമൊഴിയും കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ജയകുമാർ, എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ കേസിനെ എങ്ങനെ കാണുന്നു? ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്നും നടന്നു എന്നും അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അതാരായാലും ശിക്ഷിക്കപ്പെടും എന്നും കരുതുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഈ എൽദോസ് കുന്നപ്പള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. ശിക്ഷ അനുഭവിക്കുക വേണം. പക്ഷെ ഇതിൽ ആദ്യം ആ സ്ത്രീ കൊടുത്ത പരാതി, ആദ്യത്തെ പരാതി അറിയാമോ സാറേ? ആദ്യം അവർ ഈ പറഞ്ഞ ബലാത്സംഗവും പീഡനവും അതൊന്നും അല്ലായിരുന്നല്ലോ അവര് കൊടുത്തിരുന്നത്. ആദ്യം എൽദോസിന് കൊടുക്കാൻ നോക്കി, നടക്കാത്തോണ്ട് പിന്നെ ആണല്ലോ ഈ രണ്ടാമത് കൊടുത്ത പരാതിയിലാണല്ലോ അവർ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അല്ല, ആദ്യം അവരെ കാണാനില്ല എന്നായിരുന്നു പരാതി. നെയ്യാറ്റിൻകരയിൽ വെച്ച് കണ്ടെത്തിയതിനു ശേഷം അവര് പരാതിയുമായി വന്നു. പിന്നെ അവര് ആരോപണവും ഉണ്ട് കേട്ടോ. ഒത്തുതീർപ്പിന് പോലീസ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറഞ്ഞത്. ഒത്തുതീർപ്പിനുള്ള പരാതി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ആദ്യം കൊടുത്ത പരാതിയിൽ ഈ പറഞ്ഞ പല പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്നൊന്നുമില്ല. കുറെ പണം തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആദ്യം പരാതി കൊടുത്തായിട്ട് മർദ്ദിച്ചു, കോവളത്ത് വെച്ചും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ അതെന്നാണ് വന്നത്. അല്ലെ, പീഡനവും കൂടെ ചേർത്ത് വന്നത് പിന്നെയാണ്. നമ്മളിതെല്ലാം പത്രത്തിലും TV ചാനലിലും ഒക്കെ കാണുന്നതാണ്. പിന്നെ ഇയാൾ
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അല്ല പൂട്ടാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സർക്കാർ വന്നേ പിന്നെ കോൺഗ്രസ് നേതാക്കളെ കംപ്ലീറ്റ് പൂട്ടാൻ ഓരോ ആളിനെ അല്ലാതെ പൂട്ടാൻ ശ്രമിക്കുകയാണ്. ആദ്യം തുടങ്ങിയത് വിൻസെന്റിനാണ്, നെയ്യാറ്റിക്കര വിൻസെന്റിനാണ് ഈ ചാർജ് എടുത്തോടെ. പിണറായി 8 കൊല്ലം മുമ്പ് ചാർജ് എടുത്തോടെ ആദ്യം തുടങ്ങിയത് വിൻസെന്റിനാണ്. അത് തൊട്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആളുകളെ കോൺഗ്രസ് നേതാക്കളെ ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാഠം പടി വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. കോട്ടമുറിക്കലും മറ്റേ ശശിയും അങ്ങനെ ചെറിയ പീഡനം ചെയ്തവരും പീഡനത്തിന് വ്യാപ്തി കുറവുള്ളവരും അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഇതേപോലെ കേട്ടോണ്ടിരിക്കുകയല്ലേ. അവരെ വേണം ആദ്യം ശിക്ഷിക്കാത്താണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കുകയും വേണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അൽത്താഫ് വിളിക്കുന്നത് എരുമേലിയിൽ നിന്നാണ്. ശ്രീ അൽത്താഫിന് എന്ത് തോന്നുന്നു? ഈ പരാതി ഗൗരവമായി പോലീസ് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? ഇത് ഒരു പൊതുപ്രവർത്തന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ എൽദോസ് കൊന്നപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് സാർ എനിക്ക് ഇച്ചിരി സമയം തരണം. ഇതിനകത്ത് കുറച്ചു നാള് മുന്നേ ഈ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇയാൾ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ. മുൻകൂർ ജാമ്യം എടുത്ത ആളാണ്. അന്ന് ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് ഈ കോൺഗ്രസ് നേതൃത്വം എടുത്തത്? എന്താണ് ഇയാൾ എടുത്തത്? ഇപ്പൊ കുറ്റപത്രം വരുന്ന ഈ കാലതാമസത്തിന് അത്രയും കാലം കൊണ്ട് ഇത് തേഞ്ഞു മാഞ്ഞു പോയി. ഇത് പൊതു മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധ മറ്റു വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചർച്ചയിൽ നിന്ന് മാഞ്ഞുപോയി. ഇപ്പൊ ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ്. തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. നിരവധി തവണ 5 വർഷമായി പരിചയമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇതുപോലെ ബലാത്സംഗം ഒരു പൊതുപ്രവർത്തനം ചേർന്ന പണിയാണിത്. കോൺഗ്രസ്സുകാർ എന്ത് നടപടി ഇതിന് എടുത്തത്? ഇവിടെ അതേ ഒരു ശശിയുടെ കാര്യം ഇപ്പോൾ വിളിച്ചൊരു കോളർ പറയാൻ ഞാൻ കേട്ടു. ശശിയുടെ കാര്യമൊക്കെ അതിനൊക്കെ നടപടി എടുത്തത് എത്ര കാലം മുന്നാണ്? അതേ ഇപ്പൊ പൊതുപ്രവർത്തനാണോ? ഇതിപ്പോ ഏതെങ്കിലും MLA ആണോ? MLA ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും എല്ലാ പൊതുപ്രവർത്തകർ ഇവരെ സമീപിക്കും. ഇങ്ങനെ ഒരു സമീപനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്ത് വിശ്വസിച്ച് ഇവരുടെ അടുത്തോട്ട് ചെല്ലും? ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസ്സുകാരെ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടത്. യെസ്, വളരെ കൃത്യമാണ് ആ നിലപാട്. സയ്യിദ് എന്നൊരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നു. ശ്രീ സയ്യിദ്, എന്ത് വിശ്വസിച്ച് ഇങ്ങനെ പൊതു പ്രവർത്തകർക്ക് മുന്നിലേക്ക് ആളുകൾ പോകും എന്നൊരു ചോദ്യമാണ് ഒരു പ്രേക്ഷകൻ ഉന്നയിക്കുന്നത്. ഇത് കോൺഗ്രസ് ഇത്തരം ഒരു നേതാവിനെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. അതായത് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് വെള്ളരിപ്രാവുകളാണ്. അവര് പ്രത്യേകിച്ച് അവര് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പം മാതൃകാ പുരുഷന്മാരാണെന്നാണ് അവര് പൊതുവെ. കാര്യം മറുഭാഗത്തുള്ളവരെല്ലാം ആഭാസരും മറ്റ് വൃത്തികെട്ട നടപടികൾ നേരിടുന്നവരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശശിയുടെ കാര്യങ്ങള്, അതേപോലെ അങ്ങനെ പല നേതാക്കളെ പേരുകളും പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ജനപ്രതിനിധികളോടൊന്നല്ല. ഇപ്പം തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം വന്നല്ലോ ശുചിമുറിയില് മൊബൈൽ ക്യാമറ വെച്ചൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. കോൺഗ്രസ് എന്ന് പറയുന്നത് നടപടിയെടുക്കാൻ ചങ്കൂറ്റമില്ലാത്ത ഒരു നേതൃത്വത്തിന്റെ കീഴില് പ്രവർത്തിച്ചു വരുന്നൊരു പാർട്ടി. ആ പാർട്ടിയില് ഇതല്ല ഇതിനപ്പുറവും നടക്കും. സുധാകരൻ മോശമാണോ? അതായത് മോൻസൺ മാവങ്കല വീട്ടിൽ ചെന്ന് കസേരയിൽ ഞെളിഞ്ഞിരുന്ന് ഇടനിലക്കാരനായിട്ടിരുന്ന KPC പ്രസിഡന്റ് അല്ലേ കോൺഗ്രസിനെ നയിക്കുന്നത്? അപ്പം പിന്നെ എന്ത് മാതൃകയാണ് കോൺഗ്രസിനുള്ളത്? എനിക്ക് ഇത്രയും പറയാനുള്ളൂ. വ്യക്തമാണ്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ദാസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, കടുത്ത നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ? അല്ല, കടുത്ത നടപടി വേണ്ടതല്ലേ. ഇയാള് ഒരു പൊതുപ്രവർത്തകനല്ലേ. അതിപ്പോ ഈ CPM-ഓ കോൺഗ്രസോ ഒന്നല്ല. ഒരു പൊതുപ്രവർത്തകൻ എപ്പോൾ മാന്യനായിരിക്കണം. ഈ മനുഷ്യന് എത്ര കാലം ആ പെൺകുട്ടിയോ പെണ്ണുങ്ങളോ ആണോ ആട്ടെ അവരെയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റി കറങ്ങി അടിച്ചിട്ട് ഇവരൊക്കെ നല്ല വെള്ളയും പൊള്ളിയിട്ട് മാന്യനായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുമല്ലേ. ഇവരൊക്കെ നേരെ കുറച്ച് ഈ വിളിക്കുന്ന ഈ ദാസനാണെങ്കിൽ ഒരു 1.5 കൊല്ലം മുന്നേ ജയിലിൽ കിടന്നിട്ടുണ്ടാവും. കാര്യം ഇത് വലിയ വലിയ ഉന്നത സാധ്യതയുള്ളതുകൊണ്ട് ഇവർക്കൊക്കെ എന്തും ആകാം. സാധാരണക്കാരന് എന്തെങ്കിലും നമ്മളൊരു പെണ്ണുങ്ങൾ നോക്കിയാൽ മതി. അയ്യോ ഓൻ പണ്ടേ അങ്ങനെയാ, ഓന്റെ അച്ഛനും അങ്ങനെ പറയും. പക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഒന്നും ബാധകമല്ല. ഇവര് എല്ലാ ആൾക്കാരെയും കൈകാര്യം ചെയ്തുകൊണ്ട് വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുക. അവരൊക്കെ നേതാക്കന്മാർ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാർ ഇവരൊക്കെ പോയി ജയിലിടുന്ന ഞാൻ പറയുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോയ് എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ്, ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുകയല്ല, പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ എല്ലാ പാർട്ടിയിലുള്ളവരും വളരെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ടതല്ലേ? ഇത്തരം സാഹചര്യങ്ങൾ അവർ എല്ലാ അർത്ഥത്തിലും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും അതെ സാറേ. എന്തു വെച്ചാല് ഇത് ഈ തെറ്റ് ചെയ്യുന്നവർ ആരാണേലും
അതൊരു സാധാരണക്കാരനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ സിനിമ മാധ്യമങ്ങളും പത്രങ്ങളും ഇതെത്ര ദിവസം ആഘോഷിച്ചേനെ, അതിന്റെ പുറകെ നടന്നേനെ. ഇതിപ്പം BJP-കാരനാണേലും കോൺഗ്രസ്സുകാരനാണേലും കമ്മ്യൂണിസ്റ്റുകാരനാണേലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങേരെ ഒരു നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ്. എത്രയെല്ലാം ആൾക്കാർ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേരെ സമീപിക്കുമ്പോൾ അയാളെ ഈ ഒരു ദുഷ്ടലാക്കോടെ അത് ദുർവിനിയോഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഇപ്രകാരമൊക്കെ കാലങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നു വെച്ച് കഴിഞ്ഞാല് ഇവനൊക്കെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് ആ പാർട്ടി തന്നെയാണ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കണ്ണൻ, താങ്കൾ എന്ത് കരുതുന്നു? ഇത്തരം പ്രശ്നങ്ങളിൽ പാർട്ടികൾ കുറെ കൂടി ശക്തമായ നടപടിയെടുക്കാൻ ശീലിക്കേണ്ടേ? സാർ നമസ്തേ. നമസ്കാരം. ഇപ്പൊ നമ്മുടെ ഈ ജനപ്രതിനിധികൾ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉള്ള വ്യക്തികളുണ്ട്. കാരണം പോലീസിലുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് നമ്മുടെ കോടതി പരമായിട്ടുള്ള ആ മേഖലയിലുണ്ട്, എല്ലാ തരത്തിലുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് സാർ വീണ്ടും വീണ്ടും ഈ കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷാ നടപടികൾ ഇവിടെ ഇല്ല സാർ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ശ്രീ ശിവജി, താനൊരു പ്രതിപക്ഷ MLA ആയി പോയത് കൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ വന്നത് എന്നാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. ആ ന്യായീകരണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പണം, അധികാരം, അവസരം, ഇത് മൂന്നും ഉണ്ടാവുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയവും സിനിമയും. ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 10-70 വയസ്സ്. ചിലർ ഈ അവസരങ്ങളെല്ലാം വിനിയോഗിക്കും. ഇതൊരു പരസ്പര സഹകരണമായിരുന്നു ഈ പെണ്ണുമ്പിളയായിട്ടുള്ള ഈ പുള്ളിയുടെ ബന്ധം. അതവസാനം പിന്നെ കാര്യങ്ങളിലേക്ക് മാറി മറിഞ്ഞു വന്നപ്പോ അവൾക്ക് പ്രശ്നമായി. അല്ല, അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു യുവതി പരാതി കൊടുത്തിരിക്കുകയല്ലേ, അവരെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അത് പരസ്പര സഹകരണത്തിന്റെ പുറത്താണോ കോവളത്തിൽ നിന്ന് തള്ളിയിടാൻ പോകുന്നത്? മനസ്സാറെ പ്ലീസ്. അല്ല, ഞാൻ 5-ാം നിലയുടെ മുകളിൽ നിന്ന് ഒരു സ്ത്രീ ഒരു ചോരക്കുഞ്ഞിനെ എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. സാറിന് ആ സ്ത്രീയെ അനുകൂലിച്ച് സംസാരിക്കുമോ പ്രതികൂലിച്ച് സംസാരിക്കുമോ? അല്ല, ഞാൻ ഒരു കുറ്റകൃത്യത്തെ അംഗീകരിക്കില്ല. അല്ല, ഞാൻ സാറിനല്ല പറയണേ, ഞാൻ പൊതുവായ ഒരു കാര്യത്തിൽ വെച്ചാൽ. അപ്പൊ ഇത്ര ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ അവസരത്തിനനുസരിച്ച് പെണ്ണും ആണും എല്ലാം കിടന്ന് നാടകങ്ങൾ കളിക്കുന്നേ. ഇപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് കുന്നപ്പള്ളിയെ പിടിക്കുന്നു പറഞ്ഞാൽ കോൺഗ്രസിനെ ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടേ? അത് ഇത്രയുള്ള രാഷ്ട്രീയത്തിലെ ഈ രാഷ്ട്രീയ സിനിമ ഇപ്പൊ നമ്മുടെ കോളേജുകളിലൊക്കെ നടക്കുന്നത് മയക്കുമരുന്ന് യൂണിവേഴ്സിറ്റികളിൽ. അതൊക്കെ എങ്ങനെയാ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ആളുകൾ, നമ്മളൊരു പ്രശ്നമായി അവരെ സമീപിക്കേണ്ട മനുഷ്യർ, നമ്മളുടെ പല മേഖലകളിലുള്ള സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നവർ, നമുക്ക് ആശയപരമായ ഒരു അടിത്തറ നൽകുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ഇത് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ് എന്ന്. ഈ 140 പേരും കള്ളന്മാരാണ്, നമുക്കറിയില്ലേ. ഈ 41 കള്ളന്മാരെന്ന് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഈ 140 ഇവന്മാരെല്ലാം തട്ടിപ്പാന്ന് പണവും. എന്റെ ഒരു സുഹൃത്ത് പഞ്ചായത്ത് മെമ്പറായി, അവനിപ്പോ കോടികള് പഞ്ചായത്ത് വെറും ഒരു വാർഡ് മെമ്പർ ആയപ്പോ അവനിപ്പോ കോടികളാന്ന് ആസ്തി വെറും ഊച്ചാളിയായിട്ട് നടന്നവൻ. ഇവന്മാർക്ക് അധികാരവും അവസരം കിട്ടി, ഇവര് കക്കുന്നേ. ഞാൻ എപ്പോഴും ഇത് തന്നെയാ പറയണേ, ശിവജി തൃശ്ശൂർ കട്ടും തിന്നും. താങ്കളുടെ അഭിപ്രായം കൊള്ളില്ല. യെസ്, വ്യക്തമാണ്. ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേന്ദ്രന് എന്ത് തോന്നുന്നു? ഇതൊരു രാഷ്ട്രീയ കുരുക്കാണോ അതോ ഇത് സ്വാഭാവികമായ ഒരു നീതി നിർവഹണ രീതിയാണോ? നമസ്കാരം സാറേ. എനിക്ക് പറയാനേ, കോവളം ബീച്ചിൽ ഒരു സംഗതി നടന്നിട്ടുണ്ടായിരുന്നു. കോവളം ബീച്ചിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലിട്ടാണ് ഈ സ്ത്രീയെ അടിച്ചിട്ടുള്ളത്. അന്ന് ഈ മുൻകൂർ ജാമ്യം കൊടുത്ത ഇതേ ജുഡീഷ്യറി ഉണ്ടല്ലോ അവിടുത്തെ തെറ്റായ സന്ദേശമാണ് കൊടുക്കണേ. കാരണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു സ്ത്രീയെ അടിച്ച് ആ സ്ത്രീ പരാതിയായിട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുക. ഈ മുൻകൂർ ജാമ്യം ഇദ്ദേഹം ആ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഡൽഹിക്ക് അവിടേക്ക് പോയത്. അന്നും ഇദ്ദേഹം ജാമ്യം ലംഘിച്ചിട്ടാണ് ചെയ്തത്. ഇദ്ദേഹം MLA ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വലിയ കവിയും കാര്യങ്ങളൊക്കെ, വലിയ കോൺഗ്രസിന്റെ യൂത്ത് വലിയ നേതാവാണ്, വലിയ കവിയാണ്, വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു പൊതുപ്രവർത്തകൻ ഒരു സ്ത്രീയെ ഇങ്ങനെ വെച്ച് ഉപയോഗിച്ച് നടക്കാമോ? ഇനിയിപ്പോ ഇതിന് മുന്നേ വന്നൊരു പ്രതികരണങ്ങൾ കേട്ടു, അത് തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നാമത്തെ തന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ?
ആ സ്ത്രീ പരാതി കൊടുത്തേക്കാണ്. അപ്പൊ ആ സ്ത്രീയുടെ അന്ന് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടണ്ടായിരുന്നു. അന്ന് ജുഡീഷ്യറി ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല. അത്രയും ഗുരുതരമായ കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. പിന്നിപ്പോ ഇതിന് സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയാം. കാരണം ഇപ്പൊ നമ്മള് സോളാർ കേസ് വന്ന് നമുക്കറിയാം എങ്ങനെയാ പോയെന്നുള്ളതൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. കാരണം അതിന്റെ ആ ധ്വനികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേമാതിരി അവരിതന്നെയാണ് നല്ല ശിക്ഷ കിട്ടണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു സാർ. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ സുരേന്ദ്രന്റെ അഭിപ്രായം. ദീപു എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, ഈ നിയമ സംവിധാനങ്ങൾ ഒരല്പം മയം കാണിക്കുന്നത് കൊണ്ടാണോ ഇത്തരക്കാർക്ക് നേരത്തെ ജാമ്യം കിട്ടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ പലരും ഉന്നയിക്കുന്നത് കണ്ടു. ഇത് വളരെ ശക്തമായൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വിശ്വസിക്കാനാകുമോ? അതോ എൽദോസ് കുന്നപ്പള്ളി പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു ദ്രോഹിക്കലാണ് എന്ന് പറയാനാകുമോ? അല്ല, എൽദോസ് കുന്നപ്പള്ളി അങ്ങനെ അല്ലാതെ മറ്റെന്ത് പറയാനാണ്? മാത്രമല്ല, നമ്മള് ഈ എല്ലാത്തിന്റെയും നന്മ വിശുദ്ധ ആൾക്കാരാണ് കോൺഗ്രസ്സുകാരെന്നാണ് ഇവിടെ വന്നിട്ട് പലരും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശുദ്ധ പശുക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത ഒരാളെ ഇതുവരെ ഒരു നടപടി എടുക്കാത്തത്? നേരത്തെ തന്നെ ഒളിവിൽ പോയപ്പോഴും നടപടി എടുക്കുന്നില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ തെളിവിന്റെ അഭാവം അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ നമ്മുടെ സോളാർ കേസിലും അങ്ങനെയാണല്ലോ. എല്ലാവരും രാത്രി കടന്ന് വിളിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭരണഘടനയെ പഠിപ്പിക്കാനും ഇവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യവും ഇല്ല എന്നാണ് തെളിവില്ലാത്തത് കൊണ്ട് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ അദ്ദേഹം പ്രതിയുമാണ്. കുറ്റപത്രത്തിനകത്ത് അന്വേഷണത്തിന്റെ മൊത്തത്തിൽ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം വരുമല്ലോ. അപ്പൊ കുറ്റപത്രത്തിൽ ഇദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ടെലിഫോൺ ടവർ ലൊക്കേഷൻ, ഈ സ്ത്രീ അവിടെ ഉണ്ടോ, ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇനി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇത് ഏതെങ്കിലും പൈസ കൊടുത്ത് ഒതുക്കുന്ന പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കേസ് അവിടെ വീഴും. അത് കുറ്റപത്രത്തിനകത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്ത്രീയും ഇയാളും ഒരു സെറ്റിൽമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കേസ് അവിടെ പോകും. അപ്പം ഈ രീതിയിൽ ഒരു MLA ഈ രീതിയിൽ മുന്നോട്ട് ഈ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവിടെ ചെന്നു, ഏതെങ്കിലും പ്രോമിസ് കൊടുത്തപ്പം ഇയാൾ പറയുന്നത് പോലെ തന്നെ ആണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരു MLA നടത്താമോ? ഒരു MLAക്ക് കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട ചില കാര്യങ്ങളില്ലേ, പ്രത്യേകിച്ചും വെള്ള വസ്ത്രമിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ. അപ്പൊ ഇങ്ങനെ ഇവർക്കൊക്കെ ചെയ്യുമ്പം നമുക്കറിയാം ഉണ്ണിത്താനൊക്കെ ഏത് രീതിയിലാണ് കെ മുരളീധരനെ കുറിച്ച് കിളിമുറിയും ബക്കറ്റ് വെള്ളവും ടെന്നീസിന്റെയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ പറയുന്ന 140 പേരും കള്ളന്മാരാണെന്ന് പറഞ്ഞത് അത്തരത്തിലേക്ക് ചില BJPക്കാർക്ക് പറയാനുള്ള അവസരം ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. BJPക്കാരാണെങ്കിൽ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഞാൻ വരുന്നില്ല, അതൊന്നും ഇവിടെ പറയാൻ പോലും പറ്റില്ല. അപ്പൊ ഈ രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും ഇത്തരം ആൾക്കാരെ കൃത്യമായി അവരെ അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള നടപടി, സ്ത്രീ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള നടപടികൾ രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. യെസ്, വളരെ വ്യക്തമാണ് ദീപു താങ്കളുടെ അഭിപ്രായം. രാജൻ കൊല്ലത്തു നിന്ന് ചേരുകയാണ്. ശ്രീ രാജൻ, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോഴാണല്ലോ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. പക്ഷേ ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്വം MLAക്ക് ഇല്ലേ? ഇങ്ങനെ വന്ന ഇത്രയും സുപ്രധാനമായ ഒരു കേസ് വരുമ്പോൾ മാറി നിൽക്കാൻ അല്ലെങ്കിൽ രാജിവെക്കാൻ? സാറേ, നല്ലവനും നീതിവാനും സർവോപരി കത്തോലിക്കനും സ്ത്രീകളെ കണ്ടാൽ നോക്കാത്തവനും 7 നേരം പ്രാർത്ഥിക്കുന്നവനുമായ ഞങ്ങളുടെ കുന്നപ്പള്ളിയെതിരെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ഇതിന്റെ എല്ലാം പുറകിൽ ആ പിണറായി വിജയനാണ്. ആ പുള്ളി രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഒരാൾ പറഞ്ഞു വിൻസെന്റ് 3 മാസം ജയിലിൽ കിടന്നത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആണ്. പിന്നെ അതേസമയത്ത് അവിടെ ആൾക്കാരെല്ലാം കൂടെ ഒരിക്കൽ വീട് വളഞ്ഞ് പുള്ളിയെ അകത്തുനിന്ന് പിടിക്കുകയായിരുന്നു. അതെല്ലാം മറച്ചു വെച്ചു. കാരണം വെച്ചാൽ അത് കോൺഗ്രസ്സുകാരൊന്നും തെറ്റ് ചെയ്യാറില്ല. പുള്ളി സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കാൻ പോയതാണ് അവിടെ. പിന്നെ അതുപോലെ നമ്മുടെ സുധാകരൻ മോൻസൺ ഭാവങ്ങളിൽ അവിടുന്ന് പിടിക്കപ്പെട്ടു. പുള്ളി പറഞ്ഞ മുഖത്തെ ലേപനം വാങ്ങിക്കാൻ പോയാന്നാ പറഞ്ഞത്. അതുപോലെ ഞങ്ങളുടെ നേതാവ് നോക്കി രാഹുൽ ഗാന്ധി എത്ര നല്ലവനാ. വർഷങ്ങൾക്ക് മുമ്പ് കുമരകത്ത്, ഞാൻ അന്ന് ജോലിയിലിരിക്കുന്ന സമയത്ത് കുമരകത്ത് വന്നു ശ്രീലങ്കയിലെ സുന്ദരിയുമായിട്ട് ഒരു ആഴ്ച താമസിച്ച് നമ്മുടെ ആൾക്കാരെല്ലാം പോയി പിന്നെ ഈ മുരിങ്ങയ്ക്ക വരെ പുഴുങ്ങി കൊണ്ട് കൊടുത്തെന്നാ പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ രാജ്മോഹൻ ഉണ്ണി തന്നെ എത്ര നല്ല മനുഷ്യനാണ്. പുള്ളി ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുകയായിരുന്നു 2 പെണ്ണുങ്ങളെ കൊണ്ട് ഹോട്ടലില്.
ഇത് ഇവര് യെസ്, അത് ഞാൻ നമ്മൾ അതിലേക്ക് അങ്ങനെ നമ്മൾ ആളുകൾ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പക്ഷെ പരാതി വരുന്നു എന്ന് പറയും. പരാതി വരുമ്പോൾ അതിൽ നടപടി വേണം എന്നത് മാത്രമേ ഞാൻ നടപടി വേണം. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ ഇവനെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വിടണം. കോൺഗ്രസുകാർക്ക് അതിനുള്ള നട്ടലുണ്ടെ കാണിക്കട്ടെ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നജീബ് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നജീബിന് കരുതുന്നുണ്ടോ ധാർമ്മികമായി എൽദോസ് കുന്നപ്പള്ളി മാറി നിൽക്കും എന്ന്? ഹലോ, ശ്രീ നജീബ് കേൾക്കാമോ? ഒരു ധാർമ്മികമായി ഈ വിഷയം പരിഗണിച്ച് എൽദോസ് കുന്നപ്പള്ളി മാറി നിൽക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഈ എൽദോസ് കുന്നപ്പള്ളി നേരത്തെ തന്നെ രാജിവെക്കേണ്ടതാണ്. ഇത് നമ്മൾ ആരും ഉന്നയിച്ച ആരോപണങ്ങളൊന്നുമല്ല. ഇതൊരു പെണ്ണ് പൊതുമധ്യയിൽ വന്ന് പറഞ്ഞ കാര്യം. ഇത് മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ നമ്മളെല്ലാരും കണ്ട, നിങ്ങളും കണ്ടാണ്, ഞാനും കണ്ടാണ്. നമ്മളിതൊക്കെ കണ്ണടയ്ക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി പുള്ളി നേരത്തെ തന്നെ രാജിവെക്കേണ്ടതാണ്. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പിന്നെ അവർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പണ്ട് കെ മുരളീധരനെ കുറിച്ച്, ഇപ്പോഴത്തെ മുരളീധരനെ കുറിച്ച് ഈ ഉണ്ണിത്തരം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ളതല്ല. എന്ത് നടപടിയെടുത്തു ഇതിനെക്കുറിച്ച്? എന്താണ് ഒരാൾ പോലും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇതിനെക്കുറിച്ച് അവരുടെ സംഘടനയിൽ സംസാരിച്ചിട്ടുണ്ട്? വലിയ കാര്യമുള്ള കാര്യമല്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മനോഹരൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മനോഹരൻ വിളിക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ് അല്ലേ? അതെ അതെ. ശ്രീ മനോഹരന് എന്ത് തോന്നുന്നു? ഈ എല്ലാ സംഘടനയ്ക്കകത്തുമുള്ള സ്ത്രീകളെങ്കിലും ഇതിനെതിരെ, ഇത്തരം ആളുകൾക്കെതിരെ രംഗത്ത് വരേണ്ടതല്ലേ ശ്രീ മനോഹരൻ? എല്ലാം സാറേ, ഇതിനകത്ത് വെച്ചാൽ എല്ലാ സംഘടനയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നേരത്തെ തന്നെ ബിന്ദു കൃഷ്ണ KPCC ആസ്ഥാനത്ത് കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നും പറഞ്ഞ് ഇലക്ഷന് സീറ്റ് തട്ടാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായ ഐസ്ക്രീം പാർലർ കേസ്, പിന്നെ സൂര്യനെല്ലി കേസ്, എന്തെല്ലാം ഈ കാര്യം വരുമ്പോ ഈ രാഷ്ട്രീയക്കാരെല്ലാം മച്ചാനുമാ സാറേ. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ എന്തെല്ലാം കുറ്റപത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മച്ചാനും അവസാനം തെളിവില്ല എന്ന് പറഞ്ഞ് ഊരിപ്പോവും. ഇതേ സമയം പാവം പിടിച്ച ആരെങ്കിലും അവന്റെ കുനിച്ചു ചേർത്ത് ഇടിച്ച് അവന്റെ നട്ടല് ഊരി എന്തെല്ലാം കോലാഹലമായിരിക്കും നടക്കുന്നത്. രാഷ്ട്രീയക്കാരെല്ലാം അവരെന്ന് പറഞ്ഞാൽ എല്ലാം മച്ചാനുമാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീ മനോഹരൻ. മോഹൻദാസ് ആലത്തൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ മോഹൻദാസ്, കുറെ ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട് താങ്കൾ തിരക്കിലായതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നലെ ഞാനുണ്ടായില്ല, ശരിയാണ്. അപ്പൊ ഞാനില്ലാത്തത്. അതെ അതെ. ശ്രീ മോഹൻദാസ് എങ്ങനെ ഈ വാർത്തയെ വിലയിരുത്തുന്നു? ഒരു MLA-ക്കെതിരെ കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്വം ഇത് വിശദീകരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനില്ലേ? അപ്പോ വിൻസെന്റിന് ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ, അതെന്തായിപ്പോ? അത് ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ എൽദോസ് കുന്നപ്പള്ളി ഒരു നല്ല വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ കുറെ കൂടി ഒരു ജാഗ്രത അദ്ദേഹം പുലർത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും വേണം. പിന്നീട് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇപ്പോ അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന സെക്ഷൻസ് ഒക്കെ ഗുരുതരമാണ്, നോൺ ബെയിലബിൾ ആണ്. 354, 307 ഇതൊക്കെയാണ്. അതുപോലെ തന്നെ പരാതിക്കാരി 164 സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനം കാല് മാറാനൊന്നും മറ്റേ പരാതിക്കാരിക്ക് പറ്റില്ല. കാരണം അങ്ങനെ മാറി കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ കേന്ദ്രത്തിലെ കാര്യം പറയുന്നത് ബ്രിജ്ഭൂഷൺ, നമ്മളിപ്പൊക്കെ ഏറിൽ നിൽക്കുന്ന കാര്യമാണത്. എന്തൊക്കെ ചെയ്തു കൂട്ടി 10-13 ആൾക്കാരെ ബലാത്സംഗം ചെയ്ത്, അതും പ്രഗത്ഭരെ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോ അവസാനം തള്ളിപ്പോ തന്നെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനെ ഇപ്പോ MP ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലോകം, നമ്മുടെ രാഷ്ട്രീയം. അപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്ത് നമ്മുടെ ഇതൊക്കെ കളയാന്നല്ലാണ്ട് ഇതിന്റെ അവസാനം വരാൻ പോണത് ഒന്നും ഉണ്ടാവില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രവീന്ദ്രൻ പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ News 18 പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. എപ്പോഴും അദ്ദേഹം വിളിക്കാറുമുണ്ട്. ശ്രീ രവീന്ദ്രൻ പിള്ള, രവിചന്ദ്രൻ പിള്ള, താങ്കൾ എങ്ങനെ കണക്കാക്കുന്നു? ഇത് രാഷ്ട്രീയ നേതൃത്വം ഇങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ മതിയോ ഇത്തരം കേസുകളെ? എന്റെ പേര് TK രവിചന്ദ്രൻ പിള്ള. എനിക്ക് മനസ്സിലായി. നമസ്കാരം. ഇത് പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അത് പുള്ളിക്ക് പിന്നെ നിയമപരമായിട്ട് എല്ലാ നടപടികളും ചേർന്നുള്ള കുറ്റങ്ങൾ അത് ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലവെച്ചും ഒരു വ്യവസായിയുടെ ഒരു നിലവെച്ചും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച്. കാരണം അതിന്റെ ഒരു ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്ന
ഒരു ശക്തമായ ഒരു MP. പുള്ളി നിരപരാധിയായിരുന്നു ആ കാര്യത്തിൽ 100%. എനിക്ക് പുള്ളിയെ വ്യക്തിപരമായിട്ട് ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരാളായിരുന്നു. ഈ ഇടയ്ക്കും പുള്ളിയെ ഞാൻ കണ്ട് വേറൊരു ഞങ്ങൾ സ്വകാര്യപരമായ ഒരു പരിപാടിക്ക്. പുള്ളി സൗമ്യനാണ്, നല്ല മനുഷ്യനാണ്. ഇതേണക്ക് ഒരു ആരോപണം നേരിട്ട് പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതം കളഞ്ഞ ഒരു കക്ഷിയാണ്. 100% പുള്ളി നിരപരാധിയാണ്. പുള്ളിയായിട്ട് അതെങ്ങനെ ശ്രീ രവിചന്ദ്രൻ പിള്ള കരുതുന്നത് എങ്ങനെയാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന്? അതിനൊരു പരാതി ഉണ്ടായില്ല എങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പുള്ളി അങ്ങനെയുള്ള ഒരാളല്ല. പുള്ളിയെ അടുത്തറിയാവുന്നവർക്കറിയാം പുള്ളിയുടെ ജീവിതം രാഷ്ട്രീയത്തിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ പരാതിക്കാരി അങ്ങനെയുള്ള ഒരാളാണെന്ന് പറയാൻ പറ്റും. ആളെന്ന് പറയാം. ആ പരാതി എങ്ങനെയാ പരിഗണിച്ചതെന്ന് ഈ കൊല്ലം ജില്ലയിലുള്ള ഒരുവിധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും വ്യവസായികൾക്കെല്ലാം അറിയാം. അതിൽ കൊല്ലം ജില്ലയിലെ നല്ലൊരു വ്യവസായി ബന്ധപ്പെട്ടാണ് ആ പരാതി പരിഹാരം കണ്ടത്. അതേ കണക്ക് ഈ കേസും അങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ല. കാരണം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എന്ന് പറഞ്ഞാൽ ശക്തമായ ആളാണ് കെ സുധാകരനും VD സതീശൻ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള CPM-ന്റെ. അതൊക്കെ എനിക്ക് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇത്തരക്കാരോട് എടുക്കുന്ന സമീപനത്തിൽ ആ നട്ടലും ധൈര്യവും ആർജവും ഒന്നും കാണുന്നില്ല. അത് ഇത് രാഷ്ട്രീയവൽക്കരിക്കുമല്ലേ? ഞാൻ പറയാം അതിന്റെ ഒരു ഉദാഹരണം. രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഒരു അധ്യാപിക കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ്, എന്നെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു, തല്ലാൻ ശ്രമിച്ചു, അടിക്കാൻ ശ്രമിച്ചു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു നിലവച്ചുകൊണ്ട് പറയാം, ഈ ഇലക്ഷൻ കഴിഞ്ഞ അഞ്ചാലും മൂട്ടിൽ ഒരു നിരപരാധി ഇപ്പൊ അകത്ത് കിടക്കുക എന്റെ വീട്ടിന്റെ അടുത്തുള്ള. അയാൾ നിരപരാധിയാണ്. ഒരു പോലീസിന്റെ ഒരു പുള്ളി ആകെ ചെയ്തെന്ന് പറയാൻ കോൺഗ്രസിന് വെള്ളയടിക്കാൻ പോയതിന്റെ ഒരു വിരോധം വെച്ച് ഒരു കൗൺസിലിംഗ് നടത്തി. അതിന് ആളിനെയൊന്നും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. ആ വിഷയങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. എനിക്ക് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായതുകൊണ്ടാണ്. ഏതായാലും താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ MLA എൽദോസ് കുന്നപ്പള്ളി കുടുങ്ങുമോ എന്നതായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യം. ആ ചോദ്യത്തിൽ പ്രതികരിച്ച പ്രേക്ഷകരിൽ 60% പേരും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന നിലപാടാണ് വ്യക്തമായിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ നിയമം അതിൻ്റെ വഴിക്ക് പരിഗണിക്കും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം 40% ആളുകൾ കുടുങ്ങില്ല, അദ്ദേഹം രക്ഷപ്പെടും എന്ന നിലപാടും വ്യക്തമാക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.